welcome back to Silent Learning. It's me, Sri Bhama SB. മക്കളെ ഇതാ എക്സാം ആയല്ലേ, ഇനി അങ്ങോട്ടേക്ക് എന്താണ് അടിപൊളിയായിട്ട് പഠിച്ച നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തകർത്ത് പ്രിപ്പറേഷനിലായിരിക്കേണ്ട മക്കൾ എല്ലാവരും. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം അല്ലേ, അല്ലാണ്ട് വെറുതെ ചാപ്റ്റേഴ്സ് മാത്രം വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും ശ്രദ്ധിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, ലൈക്ക് ഒക്കെ ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. റെഡി? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാണേ. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ബേസ്ഡ് ഓൺ ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം വെച്ചിട്ട് ഇത് സർക്കുലേറ്ററി ആണ് കേട്ടോ. സർക്കുലേറ്ററി സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ രക്തപരിണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ തന്നത് ബ്ലഡ് സെൽസ് ആണ്. നെക്സ്റ്റില് പാർട്ട് ഓഫ് ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് ഫിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ പിഗ്മെന്റ് വിച്ച് ഗീവ്സ് റെഡ് കളർ ടു ബ്ലഡ്. ബ്ലഡിന് അല്ലെങ്കിൽ രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന ഘടകം ഏതെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ് മക്കളെ? എന്താണ് വരിക? എന്താ രക്തപരിണ വ്യവസ്ഥ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നൊരു സി ക്വസ്റ്റ്യൻ കൂടെ വായിച്ചിട്ട് ആൻസർ പറയാം അല്ലേ. ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്ത് ആൻഡ് ദ ഹേർട്ട് വി ഹാവ് ടു ഫോളോ സം ഹെൽത്ത് ഹാബിറ്റ്സ്. റൈറ്റ് എനി വൺ ഓഫ് ദം. ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാം. എന്താണ് രക്തപരിണ വ്യവസ്ഥ? നിങ്ങൾക്കറിയാം. നമ്മുടെ ബ്ലഡ് ഇതാ തലയിൽ നിന്ന് കാലിലോട്ട് ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അല്ലേ. രക്തം ഒരു ഭാഗത്ത് നിൽക്കുകയാണോ? മിസ് ഇങ്ങനെ നിൽക്കുന്ന പോലെ നിൽക്കുകയാണോ? അല്ല, അതിങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ക്യാരി ചെയ്തിട്ട് പോകുന്ന ആളുകളാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡിനകത്ത് ഒരുപാട് സെല്ലുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതാണ് നമ്മുടെ ബ്ലഡ് സെൽസ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ. RBC പറഞ്ഞാൽ ചുവന്ന രക്തകോശം. ഈ ഡിസ്ക് ആകൃതിയിൽ കാണുന്നു. നമ്മൾ ഡിസ്കോ ചുവപ്പ് ഡിസ്കോ എന്നാലോചിച്ച് വെക്കുക. ചുവന്ന രക്തകോശം എന്താണ്? ചുവന്ന കളറല്ല, ചുവന്ന രക്തകോശം എന്താണ്? ഡിസ്ക് ഷേപ്പിൽ കാണുന്നു, മർമ്മൊന്നുമില്ലാത്ത ആള്. അടുത്തത് WBC ആണ്. WBC എന്താണ്? വെളുത്ത രക്തകോശങ്ങൾ എന്നറിയപ്പെടുന്നു. അത് ഇവിടെ കുറേ ഷേപ്പിൽ കാണുന്നുണ്ട് അല്ലേ. നമ്മളൊരു മ്യൂസിക് ഒക്കെ കേൾക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് വെക്കൂലേ, പാട്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്, ആ സാധനം ആലോചിക്കുക. അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. അതുപോലെ അങ്ങനത്തെ കുറേ എണ്ണം കൂടി ചേർന്ന ഒരു ഷേപ്പ് ഉണ്ട്. ഹാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഷേപ്പുകളിൽ കാണാനാണ് WBC. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് V ഫോർ വിക്ടറി എന്ന് പറയുമ്പോൾ വിക്ടറി ഇത് കാണിക്കില്ലേ, അതേപോലെ കുഞ്ഞു VV ഷേപ്പിൽ വരുന്ന സാധനമാണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബോഡിയുടെ അകത്തുള്ളതെന്നറിയാം. അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ബ്ലഡിനകത്തുള്ള ഈ കോശങ്ങളൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രക്തത്തിൽ എന്താണ്? ചെറുകുടലിൽ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ് മക്കളെ? ബ്ലഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ ചെറുകുടല നമുക്കറിയാം. നമ്മളൊരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പോയി പെരിസ്റ്റാൾസിസ് ഒക്കെ നടത്തി നമ്മുടെ ഈസോഫാഗസ് അന്നനാളത്തിൽ കൂടെ ഒക്കെ പോയി വയറിന്റെ ഭാഗത്തെത്തി ചെറുകുടല, വൻകുടല. ആ ചെറുകുടലിനകത്ത് ഉണ്ടാകുന്ന പോഷക ഘടകങ്ങളും പിന്നെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്? നമുക്കറിയാം ഓക്സിജൻ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് രക്തത്തിനകത്തുള്ള കോശങ്ങളെ സഹായിക്കുന്നത്. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്ന രക്തമാണ്. അപ്പൊ ഈ രക്തത്തിനകത്തുള്ള കുഴലുകള്, അതുപോലെ ഹൃദയം, രക്തം എന്നിവ ചേർന്നതാണ് രക്തപരിണ വ്യവസ്ഥ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി. രക്തപരിണ വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഉള്ളത്? അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ച രക്തകോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ എന്തൊക്കെയാണിടാ? ദ ഹാർട്ട്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, ബ്ലഡ്, ഈ 3 ആളുകൾ ചേർന്നതാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കിട്ടിയേ, സെറ്റായേ. എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആര്? അതെൻ്റെ മക്കൾ ഓൾറെഡി പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത് അല്ലേ. ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക. നമ്മുടെ ബോഡിയുടെ അകത്തുള്ള രക്തത്തിനകത്തുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ക്യാരി ചെയ്യുന്ന ആളാ. ഓക്സിജൻ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഭാഗത്ത് ഓക്സിജൻ ഒയ്ഹോയ്, അപ്പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒയ്ഹോയ്. ഈ 2 ആളുകളെയും കൊണ്ട് പോകുന്ന ആളുകളാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വരുന്നത് കേട്ടോ. അത് അയേണും പ്രോട്ടീനും കൂടിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട്? അയേൺ ആൻഡ് പ്രോട്ടീൻസിന്റെ ഒരു കോമ്പൗണ്ട് കൂടിയാണെന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് ഹൃദയത്തിന്റെ നല്ല രീതിയിൽ ഹൃദയം നിലനിർത്താൻ വേണ്ടിയിട്ട്, ഹൃദയാരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശീലിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മുടെ ഹൃദയങ്ങൾ? എൻ്റെ ഹൃദയത്തിന്റെ കട്ടകൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എക്സസൈസ് ചെയ്യണം. ഡെയിലി നമ്മൾ കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളും വ്യായാമങ്ങൾ ചെയ്യുക. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ
നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കും. ആൻഡ് അതുപോലെ തന്നെ ഫാറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ 65 കണ്ട ഹായ് എമ്മി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കും അല്ലേ, ബ്രോസ്റ്റ് അങ്ങനെ കണ്ട് സാധനങ്ങൾ കഴിക്കാതിരിക്കുക. കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക. പുകവലി മദ്യപാനം എന്ന് പറഞ്ഞത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കും വ്യായാമം ചെയ്തില്ലെങ്കിൽ. ലാക്ക് ഓഫ് എക്സസൈസും സ്മോക്കിങ്ങും ആൻഡ് റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്സും അതുപോലെ ലൈഫ് സ്റ്റൈൽസ് ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ എന്തിനു കാരണമാണ്? നമ്മുടെ ഹൃദയത്തിന് ആഘാതം ഉണ്ടാക്കാൻ പ്രശ്നമാണ്. സോ ഹൃദയാരോഗ്യം നിലനിർത്താൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. സെറ്റല്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ സെറ്റായി. അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്രമൂലയിൽ ശേഖരിച്ച പദാർത്ഥങ്ങളുടെ പട്ടിക നോക്കൂ. വിനാഗിരി, സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇവയിൽ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സോപ്പ് നിർമ്മാണത്തിനായി താഴെ പറയുന്ന ഏത് പാത്രമാണ് തിരഞ്ഞെടുക്കുക? സ്റ്റീലാണോ പ്ലാസ്റ്റിക് ബക്കറ്റ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. സോപ്പ് നിർമ്മിക്കുമ്പോൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കാനുള്ള റീസൺ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. വിച്ച് ആൽക്കലി യൂസ്ഡ് ഇൻ സോപ്പ് ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്നർ വിൽ ബി യൂസ്ഡ് ആൻഡ് വൈ സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആഡഡ് ടു മേക്കിംഗ് സോപ്പ്. അപ്പൊ എന്റെ മക്കൾ പഠിക്കേണ്ട സാധനം എന്താ? സോപ്പ് പഠിക്കണം അല്ലേ? നമ്മൾ സോപ്പ് നിർമ്മാണം പഠിച്ചില്ലേ? മിസ്സിന്റെ SB സോപ്പ് മറന്നുപോയോ നിങ്ങള്? ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് SB സോപ്പ് ഉണ്ടാക്കി തന്നല്ലേ? എങ്ങനെ SB സോപ്പ് ഉണ്ടാക്കിയത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ എടുക്കുന്നു. വെളിച്ചെണ്ണ വേണം, വെള്ളം വേണം, സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും വേണം. നമ്മൾ എടുത്ത പാത്രം ഏതാടാ? സ്റ്റീൽ പാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പ്ലാസ്റ്റിക് അല്ല, സ്റ്റീൽ പാത്രമാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇത് നല്ല താപമൊക്കെ പുറത്തുവിടുന്ന പരിപാടിയാണ്, നല്ല ഹീറ്റൊക്കെ പുറത്തോട്ട് വിടും. അപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ തീരുമാനമായില്ലേ? ഹീറ്റുള്ള സ്ഥലത്ത് പ്ലാസ്റ്റിക് വെച്ചാൽ ഉരുകതേ പറഞ്ഞ് ഉരുകി പോവില്ലേ? സോ സ്റ്റീൽ പാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്തോട്ട് ആദ്യം നമ്മൾ വെള്ളം എടുക്കുകയാണ്, വാട്ടർ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്ന ആളാണ് കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൽക്കലി നമ്മൾ എടുക്കുന്നു. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, നല്ല രീതിയിൽ ചൂട് പുറത്തോട്ട് വിടും. ഈ ലായനി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തണുപ്പിക്കണം. ചൂടായ ആൾക്കാരെ നമ്മൾ തണുപ്പിക്കണം. അപ്പൊ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കുക. അതിനുശേഷം സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ എടുത്തു വെച്ച വെളിച്ചെണ്ണയിലിട്ട്, വെളിച്ചെണ്ണ നമ്മുടെ കോക്കനട്ട് ഓയിലോട്ട് അത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒഴിച്ചതിന് ശേഷം എന്താ ചെയ്യുന്നത്? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡർ ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? ഗാഢതയും ആൻഡ് അതുപോലെ തന്നെ സോപ്പിന്റെ അളവും കൂട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല കട്ടിയുള്ള സോപ്പലിട വേണ്ടേ? അല്ലാണ്ട് അങ്ങനെ ഉരുകി പോകുന്ന അങ്ങനെ സിമ്പിൾ ആയിട്ട് തൊട്ടാൽ തന്നെ പിഷ്നാവുന്ന സാധനം വേണ്ട. നമുക്ക് കട്ടിയുള്ള സാധനമാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മിശ്രിതം നമ്മൾ കട്ടിയാക്കിയതിന് ശേഷം നല്ല സ്മെല്ല് വരണ്ടേ? മിസ്സിന്റെ SB സോപ്പ്, മിസ് ഉണ്ടാക്കുന്ന സോപ്പിന് നല്ല സ്മെല്ല് വരണമെന്ന് മിസ്സിന് നിർബന്ധമാണ്. അതിനുവേണ്ടി പെർഫ്യൂംസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസിന് വേണ്ടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മോൾഡറിലോട്ട് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഇപ്പം ഞാൻ എൻ്റെ SB സോപ്പ് തൽക്കാലം ഈ ഷേപ്പ് വേണ്ട, ഈ ഷേപ്പിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഈ ഷേപ്പിലാണ് എൻ്റെ സോപ്പ് കേട്ടോ, SB സോപ്പ്. അപ്പൊ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആദ്യം വാട്ടർ സ്റ്റീൽ വെസലിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് നമ്മൾ കാസ്റ്റിക് സോഡ ഇടുന്നു. അപ്പൊ നല്ല ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം വേറൊരു ബക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ദെൻ അതിലോട്ട് നമ്മൾ ഈ സാധനങ്ങൾ പോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റോൺ പൗഡറും സോഡിയം സിലിക്കേറ്റ് ആഡ് ചെയ്യുന്നു. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ട്? ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നല്ല ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ല സ്മെല്ല് വരുത് എന്ന് പറയുന്ന ലെവലിലോട്ട് ഞാൻ ആക്കിയതിന് ശേഷം മോൾഡറിലോട്ട് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ആക്കിയിട്ട് കുറച്ച് നേരം അവിടെ നമ്മൾ കുറച്ച് ദിവസം 3-4 ദിവസം വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു 2 വീക്സ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. സെറ്റ് എങ്കിൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് പ്ലേസ് എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാടാ വിട്ടുപോയ ഭാഗങ്ങൾ? നോക്കാം. ആഹാര പദാർത്ഥം ഡാഷ് 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 ഡാഷ്. ഇത് എന്തിൻ്റെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നമ്മുടെ അമീബയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ? അമീബയുടെ ന്യൂട്രീഷൻസ് എങ്ങനെയാണ് പോഷണ ഘടകം ആഗിരണം ചെയ്യുന്നതെന്നുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. അതിലെങ്ങനെയായിരുന്നു? ആദ്യം നമ്മുടെ ആഹാര പദാർത്ഥം, നമുക്ക് ഏതാണ് നമ്മുടെ അമീബയ്ക്ക് ഇഷ്ടമുള്ള സാധനം അതിങ്ങനെ വരികയാണെന്ന് വിചാരിച്ചോ? ടോട്ടോടായി വന്നു. ആദ്യം അയാൾക്ക് എന്ത് ചെയ്യണം? അത് സ്വീകരിക്കണം. ഒരാളെ
ഒരു ആഹാരം തന്നാൽ നമ്മൾ സ്വീകരിക്കുന്ന ആലോചിക്കുക. സോ ആഹാര സ്വീകരണമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരാളൊരു ബിരിയാണി തന്നു, നമ്മളത് സ്വീകരിച്ചു, കഴിച്ചു, ദഹിച്ചു, അമ്മേ ആശ്വാസമായി. അതേപോലത്തെ സ്റ്റെപ്പ് തന്നെയാണ് മൂന്നാമത്തെ ദഹനം. ദഹനശേഷം അവരെന്ത് ചെയ്യുന്നറിയോ, അവർക്ക് ആ സാധനത്തിൽ വേണ്ട സാധനങ്ങളൊക്കെ ആഗിരണം ചെയ്യണം അല്ലേ. ആ സാധനങ്ങൾ എന്ത് ചെയ്യാണ്, അവർ ആഗിരണം ചെയ്ത് സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനം പുറന്തള്ളുകയാണ്, ഇജക്ഷൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഫുഡ് പാർട്ടിക്കിൾസ് ഇൻജക്ഷൻ ചെയ്യുന്നു. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജക്ഷൻ. ഇതാണ് സ്റ്റെപ്പുകൾ കേട്ടോ. അപ്പൊ നമുക്ക് ആലോചിക്കാൻ ഞാൻ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. ഫുഡ് പാർട്ടിക്കിൾസ് നിങ്ങൾ ആലോചിച്ച് വെക്കുക, അതറിയാലോ, ഭക്ഷണമാണല്ലോ. ആൻഡ് ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ പഠിച്ചോളൂ. അസിമിലേഷൻ, ഇജക്ഷൻ വന്നാൽ അമീബയുടെ ന്യൂട്രീഷൻ പഠിച്ചു വെച്ചോ എക്സാമിന് ചോദിക്കും. സെറ്റ്, അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാ സമയത്തും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെറ്റ്. അടുത്തത്, ഐഡന്റിഫൈ ദ ഓർഗൻ ഇൻ ദ പിക്ചർ, വാട്ട് ആർ ദിയർ ഫംഗ്ഷൻ. ചിത്രത്തിൽ കാണുന്ന അവയവം എന്ത്, അതിന്റെ ധർമ്മം എന്ത്, അത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് മനുഷ്യ ദഹനത്തിന്റെ വിവിധ ഭാഗങ്ങളെ വിശദീകരിക്കാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ചിത്രത്തിൽ കാണുന്ന അവയവം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സ്റ്റൊമക്ക് ആണ്. സ്റ്റൊമക്ക് അല്ല, സോറി, ഇത് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് ഏതാടാ? ഇത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണല്ലേ, ചെറുകുടലാണെന്ന് നമുക്കറിയാം. ചെറിയ കുഞ്ഞനായിട്ടുള്ള ആളാണെന്ന് അറിയാം. അത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമുക്ക് ദഹനത്തിൽ നിന്ന് തുടങ്ങാം. ദഹനം പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ ഒരു ബിരിയാണി കഴിക്കാമെന്ന് മനസ്സിലാലോചിച്ചോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ചവച്ചായിരിക്കും അല്ലേ. ബിരിയാണി കിട്ടിയ ചവച്ചു, എന്നിട്ട് നേരെ ഇവിടെ പോയി. ഇവിടെയാണ് നമ്മുടെ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം എന്ന് പറയുന്ന ആള്. അവിടെ വെച്ചൊരു വേവിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ്, ടോൺ 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 ഹലി അങ്ങനത്തെ ഒരു ഷേപ്പിൽ ആ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അത് കടന്നു പോകുന്നു. പെരിസ്റ്റാൾസിസിന് ശേഷമാണ് നേരെ നമ്മുടെ എവിടത്തോട്ട് എത്തുന്നത്, വയറിന്റെ ഭാഗം, ആമാശയത്തിലോട്ട് എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് ആഹാരം ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ കഴിക്കുന്ന സാധനം അതുപോലെയാണോ വയറ്റിൻ്റെ ഉള്ളിൽ പോകുന്നത്? അല്ല, നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് ചവച്ചരച്ച് കഴിക്കും. അത് ഇവിടെ പോയിട്ട് ഇങ്ങനെ പെരിസ്റ്റാൾസിസ് ഒക്കെ നടത്തിയതിന് ശേഷം സ്റ്റൊമക്കിലോട്ട് പോകുന്നു. ആ സ്റ്റൊമക്കിന്റെ അവിടെ വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു, കുഴമ്പ് രൂപത്തിൽ ഒരു പേസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആമാശയത്തിൽ വെച്ച് കുഴമ്പ് രൂപമായി ആമാശയം ദഹിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ മാക്സിമം ദഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൻഡ് അതിനുശേഷമാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നത് അല്ലേ. ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, നമുക്ക് അതാണ് തന്നിട്ടുണ്ടായിരുന്ന പിക്ചർ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നത്, ഒരു 6 മീറ്റർ നീളമുള്ള ഒരാളാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് മാക്സിമം ദഹനങ്ങൾ പൂർത്തിയാക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ബോഡിക്ക് ന്യൂട്രീഷൻസ് വേണ്ടേ, നമ്മുടെ ബോഡി സെറ്റായിട്ട് നിൽക്കണമെങ്കിൽ ന്യൂട്രീഷൻസ്, പോഷക ഘടകങ്ങൾ ആവശ്യമാണ്. അത് രക്തമാഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ അവിടെ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സാധനങ്ങൾ ആവശ്യമുണ്ടല്ലോടാ. അപ്പം നമ്മൾ വലിയ ആളിലോട്ട് കൊടുത്തു, ചെറുതിൽ നിന്ന് വലുതിലേക്ക്, വൻകുടലിലോട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് കൊടുത്തു. അവിടെ വെച്ചിട്ട് ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള ജലം അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ സോൾട്ട് രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ വെച്ചിട്ടാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണ്ടാതെ നിൽക്കുന്ന വേസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആനസിലൂടെ പുറത്ത് കളയുന്നത്. മലാശയത്തെ സംഭരിച്ച് മലദ്വാരത്തിലൂടെ പുറത്ത് കളയുന്നത്. ഓക്കെ, സെറ്റ്. ഇതാണ് നമ്മുടെ ഡൈജഷന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അതും പഠിച്ചു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനെ, ഒരു ടെസ്റ്റ് ട്യൂബിൽ കാൽഭാഗം വിനാഗിരി എടുക്കുക, അതിലേക്ക് മെഗ്നീഷ്യം റിബണിന്റെ 3-4 ചെറുകഷ്ണങ്ങൾ ഇട്ട് നോക്കുക. നിരീക്ഷണക്കുറിപ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ക്വാർട്ടർ ഓഫ് ടെസ്റ്റ് ട്യൂബിൽ വിനിഗർ എടുത്തിട്ടുണ്ട്. പുട്ട് 3 or 4 സ്മോൾ ഡ്രോപ്പ് ഓഫ് മെഗ്നീഷ്യം റിബൺ ഇൻ ടു ഇറ്റ്. ആൻഡ് എന്താണ് ഒബ്സർവേഷൻ, അതിൽ ബബിൾസ് ഫോം ചെയ്യുന്നുണ്ടോ, എന്താ അതിന്റെ റീസൺ എന്ന് ചോദിച്ചു. എന്താണ് മക്കളെ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ എന്താ ചെയ്തത്, വിനാഗിരി എന്ന് പറയുന്ന ആൾ ആരാണെന്ന് നമുക്കറിയാം. വിനാഗിരിയുടെ അകത്ത് ആരടങ്ങിയിട്ടുണ്ട്, ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആസിഡ് അടങ്ങിയിട്ടുള്ളത് ആരെയാണ്, അസറ്റിക് ആസിഡ് എന്ന ആസിഡാണ് വിനാഗിരി, നമ്മുടെ സുർക്ക, നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സാധനത്തിലുള്ളത്. അതിലോട്ട് ഞാനൊരു മെഗ്നീഷ്യം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മെഗ്നീഷ്യം റിബൺ കണ്ടിട്ടുണ്ടാവില്ല, ഒരു മെഗ്നീഷ്യം റിബൺ ഞാൻ അതിലോട്ട് ഇട്ടു എന്ന് വിചാരിച്ചോ, എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം, ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ആകുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആസിഡാണ് ഹൈഡ്രജൻ. അവിടെ നിന്ന് ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്യും കേട്ടോ. മെഗ്നീഷ്യം സ്ട്രിപ്പിട്ടപ്പോൾ എന്ത് സംഭവിച്ചു, ഈ കാണുന്നത് പോലെ ബബിൾസ് ഇങ്ങനെ ബ്ലും 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 എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്തു. അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. എപ്പോഴും എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ, ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഗൈസ്, അവിടെ ഹൈഡ്രജൻ ഗ്യാസും അതേപോലെ ആ ഒരു
യെസ്, ആ ഒരാളുടെ സോൾട്ടും ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആസിഡ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആസിഡ് മെറ്റൽസ് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ ഒരു സോൾട്ടും പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ ഹൈഡ്രജനും എന്ന് വെച്ചാൽ മെഗ്നീഷ്യം HCl ആയിട്ട് അപ്പോൾ റിയാക്ട് ചെയ്യുന്ന വിചാരിച്ചോ, മെഗ്നീഷ്യം HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ മെഗ്നീഷ്യം ക്ലോറൈഡും അതുപോലെ ഹൈഡ്രജൻ ഗ്യാസുമാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ആലോചിച്ച് വയ്ക്കാം, മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് മെറ്റലിൻ്റെ സോൾട്ടാണ് എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ, അടിപൊളി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതണം, നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക കേട്ടോ. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ലൈവുകളിലും കാര്യങ്ങളൊക്കെ കാണാം. സോ അതുവരേക്കും ബൈ, സീ യു ഡിയേഴ്സ്.